നമസ്കാരം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ലൈസൻസ് പരിഷ്കരണ ടെസ്റ്റ് കേരളത്തിൽ ഒരിടത്തും ഇന്ന് നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളി സംഘടനകളുടെയും എതിർപ്പിൽ എല്ലാം താളം തെറ്റി. CITU-വും INTC-യും BMS-ഉം ആഹ്വാനം ചെയ്ത പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും വിജയമായി. മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് പൂട്ടിക്കിടന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താൽപര്യത്തിനു വേണ്ടി ആളുകളുടെ ജീവൻ ബലികൊടുക്കാനാകില്ലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. ലൈസൻസ് നിസ്സാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് ഒരു മാഫിയയുണ്ട്. അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അത് വിലപ്പോകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിഷേധം തുടർന്നാൽ ലൈസൻസ് നൽകൽ പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് CITU പ്രതീക്ഷ. മന്ത്രിയുടെ ഉറച്ച നിലപാടിൽ CPM അനുകൂല സംഘടന വലിയ പ്രതിഷേധത്തിലാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂടിയതും ലൈസൻസ് അനുവദിച്ചതും അത്ഭുതപ്പെടുത്തി. ടെസ്റ്റിന് സർക്കാർ സംവിധാനം ഉണ്ടാകും. മലപ്പുറം RT ഓഫീസിൽ വലിയ വെട്ടിപ്പിന് ശ്രമം നടന്നു. അത് സർക്കാർ അനുവദിക്കില്ല. ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഗ്രൗണ്ടിൽ ടെസ്റ്റ് വേണ്ടെന്നും സർക്കാർ സ്ഥലം വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തുമെന്നും വ്യക്തമാക്കിയ മന്ത്രി ഗുണ്ടായിസം സർക്കാരിനോട് നടക്കില്ലെന്നും മലപ്പുറത്തെ വേല കയ്യിൽ വെച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. അടിമുടി മാറ്റം വരുത്തിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നുവെന്നതാണ് വസ്തുത. എന്നാൽ ടെസ്റ്റ് നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ എതിർപ്പിനെ തുടർന്ന് ആരും പരീക്ഷയ്ക്കായി എത്തിയില്ല. ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും മാറ്റങ്ങളോടെയാകും ടെസ്റ്റ് നടത്തുക എന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞത്. വിഷയത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരമാണ് ഇന്ന് തുടങ്ങിയത്. ആരും ലൈസൻസ് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സമരം ആക്രമത്തിലേക്ക് മാറിയതുമില്ല. വരും ദിനങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നതാണ് ആകാംക്ഷ. പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി പുതിയ ടെസ്റ്റ്, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നിങ്ങനെ വലിയ പരിഷ്കാരത്തിനായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. പുതിയ ട്രാക്ക് ഒരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ സജ്ജമാക്കിയിട്ടില്ല. ഇതേ തുടർന്ന് ഇളവുകൾ വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനാണ് മന്ത്രി ഇന്നലെ നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ സംയുക്ത സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നിശ്ചലമാക്കി സമരം ചെയ്യുകയാണ് സംഘടനകൾ. ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.